നമ്മുടെ വീഡിയോന്റെ താഴെ വന്നൊരു കമന്റ് ആണ്, ഞാൻ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ച് പോർട്രേറ്റ് വരയ്ക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ഫ്രീ ഹാൻഡ് ആയി പോർട്രേറ്റ് വരയ്ക്കാനുള്ള ഈസി മെത്തേഡ് എന്താണ്? ഫ്രീ ഹാൻഡ് ആയിട്ട് പോർട്രേറ്റ് അഥവാ ആൾക്കാരുടെ ഫേസ് വരയ്ക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ആൻഡ് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിമ്പിൾ മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഡ്രോ ഗൈഡ് ലൈൻസ്. നിങ്ങൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ പിക്ചറിൽ ഗൈഡ് ലൈൻസ് മാർക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ലൈൻ എന്ന് പറയുന്നത് ഒരു കെർവ് ആയിട്ടുള്ള ലൈൻ ആയിരിക്കും, അതായത് ഈ ഫേസിൻ്റെ മിഡിലൂടെ പോകുന്ന കെർവ് ആയിട്ടുള്ള ലൈൻ. അപ്പോൾ ഞാനിവിടെ ഒരു HB പെൻസിൽ ഉപയോഗിച്ചിട്ട് വളരെ ലൈറ്റ് ആയിട്ട് വരയ്ക്കുകയാണ്. അടുത്തത് കണ്ണിൻ്റെ പോർഷൻ ഗൈഡ് ലൈൻ വരയ്ക്കുകയാണ്. അതും ഒരു കെർവാണ്, താഴേക്ക് ഏകദേശം യു പോലത്തെ ഒരു കെർവാണ്. പേപ്പറിൻ്റെ മുകളിൽ നിന്നും തലയുടെ മുകളിൽ നിന്ന് താഴേക്ക് കണ്ണടയുടെ നടുക്ക് വരെ എത്ര അളവുണ്ടെന്ന് നോക്കിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണം. ഇത് മിക്കപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല, നമ്മൾ ജസ്റ്റ് വേഗമായിട്ട് അളവെടുക്കുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഞാൻ മൂക്കിൻ്റെ ഭാഗവും ഈ പെൻസിൽ ഉപയോഗിച്ചിട്ട് അളവെടുക്കുകയാണ്. ബാക്കിയൊക്കെ നമുക്ക് ഒരുവിധം ഡ്രോയിങ്ങിൽ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഡ്രോ ബേസിക് ഷേപ്സ്. ഈ ഒരു ഇവിടെ നിന്നാണ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫേസിൻ്റെ ഏകദേശം ഒരു ഷേപ്പ് നോക്കാം. ഒരു ലോങ് എലിപ്സ് പോലെയാണ് ഷേപ്പ്. മുകളിൽ എന്തായാലും ഒരു സർക്കുലറാണ്, തല എന്തായാലും സർക്കുലറാണ്. അപ്പോൾ ആ സർക്കിള് ഞാൻ വരയ്ക്കുകയാണ്. ബാക്കി ഒരു സ്ട്രെയിറ്റ് ലൈനാണ് താടിയുടെ ആ ഭാഗം വരുന്നത്, അതായത് കവിളിൻ്റെ ആ ഭാഗം വരുന്നത്. ഓക്കെ, ഇനി താഴേക്ക് താടിയുടെ ഭാഗം വരുമ്പോൾ ഒരു ട്രയാങ്കിൾ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ചെവി വരയ്ക്കുകയാണ്. അപ്പം ഇതെല്ലാം വളരെ ലൈറ്റായിട്ട് നീറ്റായിട്ട് നമ്മളൊരു പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കണം. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം സക്സസ് ആവണ വരെ എത്ര തവണ ഫെയിൽ ആയാലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഡ്രോയിങ്ങിൽ ഒരു ഡിഫറെൻറ്റ് ടെക്നിക്കാണത്. നമ്മുടെ മൂക്ക് വരയ്ക്കാമെന്ന് വിചാരിക്കുക. മൂക്കിൻ്റെ ഷേപ്പ് നമ്മൾ ആദ്യത്തെ വരയിൽ തന്നെ കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ ശരിയാവണ അത്രയും തവണ വരയ്ക്കും, ഓരോ ഭാഗങ്ങളായിട്ട് വരച്ചെടുക്കുക. ഒരു സ്ഥലത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരാൾ പറയും നിങ്ങളുടെ അടുത്ത് എന്നെ ഒന്ന് നോക്കി വരയ്ക്കാവോ എന്ന് പറഞ്ഞാൽ സോറി എനിക്ക് ഗ്രിഡ് വേണമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാനായിട്ട് മാക്സിമം നോക്കി വരയ്ക്കുക, ഒബ്സർവ് ചെയ്യുക, നമ്മുടെ ഒബ്സർവേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കുക, അതൊക്കെ ചെയ്യാം. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.